സഭയുടെ ആത്മീയ വളർച്ച 6-ാം ഭാഗം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരമായ സഭയുടെ ഐക്യവും സഭയിലെ വിവിധ ശുശ്രൂഷകളും ആത്മീയ വളർച്ചയും ഊന്നിപ്പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതിൻ്റെ വ്യാഖ്യാനം താഴെ പറയുന്ന പ്രധാന തലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കൃപയുടെ ദാനവും ക്രിസ്തുവിൻ്റെ ആരോഹണവും 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സഭയിലെ വിവിധ ശുശ്രൂഷകൾ 11-12 വാക്യങ്ങൾ. 3. ഐക്യവും ആത്മീയ പക്വതയും 13-14 വാക്യങ്ങൾ. 4. സ്നേഹത്തിൽ സത്യം പറയുകയും സ്നേഹത്തിലുള്ള ശരീരത്തിൻ്റെ വളർച്ചയും 15-16 വാക്യങ്ങൾ. ചുരുക്കത്തിൽ എഫേസ്യർ 4-ന്റെ 7 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ സഭയിലെ കൂദാശപരമായ ജീവിതത്തെയും സാക്രമെൻ്റൽ ലൈഫ്, ഇടയന്മാരുടെ അഥവാ മെത്രാന്മാരുടെയും വൈദികരുടെയും ശുശ്രൂഷയെയും ഓരോ വിശ്വാസിയുടെയും ആത്മീയ ഉത്തരവാദിത്വത്തെയും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ ഏകത്വമാണ് ഇതിൻ്റെ പ്രധാന പ്രമേയം. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിനുള്ള വർധനയ്ക്കായി അവനിൽ നിന്നും വളർച്ച പ്രാപിക്കുന്നു എന്ന് 16-ാം വാക്യത്തിൽ കാണുന്ന ഈ വചനമാണ് ഈ ഭാഗത്തിൻ്റെ മുഴുവൻ സംഗ്രഹം. ക്രിസ്തു തൻ്റെ ശരീരത്തിൽ വസിച്ച് തൻ്റെ ശരീരത്തെ സ്നേഹത്തിൽ പരസ്പരം യോജിപ്പിച്ച് ശരീരത്തിന് മുഴുവൻ ശക്തിയും പരസ്പര ആത്മദാനങ്ങളും പകർന്നുകൊടുത്ത് ശരീരം മുഴുവൻ ഒന്നായി വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് ഓരോ ഭാഗത്തിനും തലയുമായുള്ള ബന്ധം ശരിയായിട്ടായിരിക്കണം. അതായത് ഓരോ ഭാഗവും അതിന് നൽകപ്പെട്ടിട്ടുള്ള പ്രവൃത്തി ശരിയായി നടത്തുകയും അഗാപ്പെ എന്ന ദൈവസ്നേഹം കൊണ്ട് എല്ലാറ്റിനെയും സമന്വയിപ്പിക്കുകയും വേണം. അപ്പോൾ ശരീരത്തിലെ അംഗമായിരിക്കുന്ന നാം ഏവരും ക്രിസ്തുവെന്ന തലയോളം വളരും. അതാണ് ദൈവം നമുക്ക് തന്ന ആത്മാവ് വസിക്കുന്ന നാം ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ശരീരത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയ്ക്കും ആവശ്യമുള്ളത് ഓരോ ഭാഗത്തിനും തലയുമായുള്ള ബന്ധം ശരിയായിരിക്കുമ്പോഴാണ് തടസ്സമില്ലാതെ ലഭിക്കുന്നത്. അതെ, ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധം ശരിയായിരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.